ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, 2 സ്പൂൺ തൈര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണേ. ഇനി ഞാനിതേ ഒരു ബൗളിലേക്ക് 2 കപ്പ് ജീരകശാല അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനില്ലേ, അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി അതിൻ്റെ ഒരു വേറൊരു കുക്കർ എടുക്കുന്നുണ്ട്. ആ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് അതുപോലെ തന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുന്തിരി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 വല്യുള്ളി ഞാൻ ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുഞ്ഞായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു ജസ്റ്റ് ഒന്ന് വിസിൽ വരുത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വിസിലൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ ചിക്കനിലൊന്ന് പിടിക്കട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തൈരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി അതിലേക്ക് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഞാൻ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ, പുതിനയില ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പുതിനയില ഇടാത്ത കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, അത് സിമ്പിളാണ്. മസാല കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസില്ല, അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കരുത് കേട്ടോ. ഇതേപോലെ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് പറ്റിച്ച് വെക്കാനേ പാടുള്ളൂ കേട്ടോ. ഇളക്കി മിക്സാക്കി കൊടുക്കാൻ പാടില്ല, അപ്പോൾ ഇത് ഇറച്ചിച്ചോറായി പോകും കേട്ടോ. നമുക്ക് ഇതേപോലെ ഒന്ന് ദം ചെയ്തിട്ടാനില്ല, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ 1 കപ്പ് ജീരകശാല അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പ്രഷറൊക്കെ മാറി വന്നപ്പോൾ ഞാനിത് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മല്ലിയിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.